പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ടാണ് ഒരു മനുഷ്യൻ അറിവുണ്ടാക്കുന്നതെന്നും എനിക്ക് അഭിപ്രായമില്ല. ഒപ്പമുള്ള മനുഷ്യരെ വായിക്കാൻ കഴിയണം. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ വായിക്കാൻ കഴിയണം, പ്രകൃതിയെ വായിക്കാൻ കഴിയണം. നമസ്കാരം. ഇന്ന് ടോക്ക് ടൈമിൽ നമ്മളോട് ഒത്ത് അതിഥിയായി ഇരിക്കുന്നത് കേരളത്തിലെ വൈജ്ഞാനിക തലത്തിൽ അറിയപ്പെടുന്ന ശ്രീ GS പ്രദീപ് അവർകളാണ്. അശ്വമേധം എന്ന പരിപാടിയിലൂടെ നിരവധിയായിട്ടുള്ള ഷോകളിലൂടെ കേരളത്തിലെ വൈജ്ഞാനിക രംഗത്ത് അഭിമാനമായി മാറിയ ശ്രീ GS പ്രദീപ് അവർകളെ ടോക്ക് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അങ്ങ് ഞാൻ ആമുഖം പറഞ്ഞതുപോലെ വൈജ്ഞാനിക തലത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഒരു തലത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി അങ്ങയുടെ പ്രിപ്പറേഷൻസ് ഒന്നറിഞ്ഞാൽ കൊള്ളാം. സവിശേഷമാർന്ന പ്രത്യേക പരിശീലന രീതികളൊന്നും തന്നെ അറിവ് നേടുന്നതിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഈ ലോകത്തിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം അറിവുള്ള ആളാവുക, ഏറ്റവും പ്രയാസമുള്ള കാര്യം അറിവില്ലാത്ത ആളാവുക എന്നതാണ്. പക്ഷെ നമ്മൾ വളരെ പ്രയാസപ്പെട്ട് എങ്ങനെയെങ്കിലും അറിവില്ലാത്ത ആളാകാൻ ശ്രമിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. കാരണം അറിവില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ കണ്ണും കാതും മനസ്സും ഒക്കെ അടച്ചു വയ്ക്കുക എന്ന കഠിന പ്രവർത്തനത്തിൽ ഏർപ്പെടണം. കണ്ണും കാതും മനസ്സും തുറന്നു വയ്ക്കുന്നത് വഴി ലഭിക്കുന്ന ഒന്നിന്റെ പേരാണ് അറിവ്. അത് സ്വാഭാവികമായി എല്ലാ മനുഷ്യർക്കും തത്തുല്യമാണ്. ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വീഴുന്ന ഒരു മനുഷ്യനും വളരുന്ന ഒരു മനുഷ്യനും മറ്റൊരാളേക്കാൾ മുകളിലാണ് എന്ന അഭിപ്രായം എനിക്കില്ല. താഴെയാണെന്നും അഭിപ്രായമില്ല. എല്ലാവരും തുല്യർ തന്നെയാണ്. ലോകത്തിലെ എല്ലാ സീബ്രകളെയും പോലെ എല്ലാ മനുഷ്യരെയും വരകൾ വ്യത്യസ്തമാണ്. പിന്നെ അവരുടെ മേഖലകൾ കൃത്യമായി കണ്ടെത്തുന്നതിൽ, അവരുടെ സീബ്രാലൈൻ എന്ത് എന്ന് അടയാളപ്പെടുത്തുകയും അത് സ്വയം നിർവചിക്കുകയും ചെയ്യുന്നതിലുള്ള ശേഷി അല്ലെങ്കിൽ ബിറ്റ് ഓഫ് ലക്ക്, ഇതെല്ലാം ചേർന്നതാണ് അവന്റെ വിജയം. ഓരോ മനുഷ്യനും പിറന്നു വീഴുന്നത് ചില പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ ദൗത്യം എന്ത് എന്ന് അവൻ അടയാളപ്പെടുത്തുന്നിടത്ത് വിജയിക്കും. നൃത്തത്തിൽ ഗംഭീര പാഠവും ഉണ്ടായതുകൊണ്ട്, കലോത്സവങ്ങളിൽ പ്രതിഭയായതുകൊണ്ട്, ഗ്രേസ് മാർക്ക് കിട്ടി, എൻട്രൻസ് ഇല്ലാതെ തന്നെ മെഡിസിൻ അഡ്മിഷൻ കിട്ടി ഡോക്ടറായി മാറിയ ഒരുപാട് പേരെ എനിക്കറിയാം. അവർ മികച്ച സർജൻസ് ആകുന്നില്ല, അവരുടെ നൃത്തം എന്നാൽ അഡ്മിഷനോടുകൂടി നിലയ്ക്കുകയും ചെയ്യുന്നു. കായിക രംഗത്ത് നിരവധി നേട്ടങ്ങൾ നേടിയ വ്യക്തികളുണ്ട്. അവരെല്ലാം സ്പോർട്സ് കോട്ടയിൽ പ്രൊഫഷണൽ കോളേജുകളിലെ പ്രവേശനം സിദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് മികച്ച കായിക താരങ്ങൾ നഷ്ടപ്പെട്ടേനെ, മോശം പ്രൊഫഷണൽസുകളെ ലഭിക്കുകയും ചെയ്തേനെ. ഓരോ മനുഷ്യനും ഓരോ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ പ്രാപ്തമാവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സവിശേഷമായ പ്രിപ്പറേഷൻസ് നടത്തിയിട്ടില്ല എങ്കിലും പല അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ, പുസ്തകങ്ങളിൽ ആത്മകഥയിൽ അടക്കം എഴുതിയിട്ടുള്ളത് പോലെ, കുട്ടിക്കാലത്ത് അധ്യാപകരായ അച്ഛനും അമ്മയും ഹെഡ് മിസ്ട്രസും ഒക്കെ ആയിരുന്ന കാലത്ത് അവർ ഈ സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പർച്ചേസ് നടത്തുന്ന മാർച്ച് മാസത്തിൽ 10,000-2000 പുസ്തകങ്ങൾ വീട്ടിൽ വയ്ക്കുകയും പിന്നീട് ജൂണിൽ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് 2 മാസത്തെ മധ്യവേനൽ അവധിക്കാലം ഞാനും 10,200-3,000 പുസ്തകങ്ങളും മാത്രമുള്ള മനോഹരമായ കാലങ്ങളായിരുന്നു. അതിനു മുമ്പ് തന്നെ തീരെ ചെറിയ കാലം മുതൽ തന്നെ അക്ഷരങ്ങളോടും വായനയോടും അല്ലാത്ത കമ്പം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വൈജ്ഞാനിക മേഖലയിലുള്ള ഉള്ളുറവിന് കാരണമായി എന്ന് കരുതാൻ വയ്യ. പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ടാണ് ഒരു മനുഷ്യൻ അറിവുണ്ടാക്കുന്നതെന്നും എനിക്ക് അഭിപ്രായമില്ല. ഒപ്പമുള്ള മനുഷ്യരെ വായിക്കാൻ കഴിയണം. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ വായിക്കാൻ കഴിയണം, പ്രകൃതിയെ വായിക്കാൻ കഴിയണം. കൺമുന്നിൽ വന്നു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ കണ്ണിലെ നോവിന്റെ ആഴത്തെക്കുറിച്ച് വായിക്കാനുള്ള മനസ്സുണ്ടാവണം. ഇതിനെല്ലാം ഉപരി ഞാനും നീയുമല്ല നമ്മൾ എന്നതാണ് ശരി എന്ന ഉൾക്കാഴ്ച ഉണ്ടാകണം. ഈ ലോകം എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഉപരിപ്ലവമായ ജയം നേടുന്നവരുടേതല്ല, മറിച്ച് തോറ്റുപോയവരുടെ പദം വയ്പ്പുകളുടേതാണ് ഈ ലോകം എന്ന കാഴ്ചപ്പാടുണ്ടാകണം. അതെല്ലാം ചേർന്നാണ് ഒരു മനുഷ്യന്റെ വൈജ്ഞാനികത ഉരുവപ്പെടുന്നത് എന്നാണ് എൻ്റെ പക്ഷം. പ്രത്യേകമായ പരിശീലനം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒന്നാണ് ചിന്താപരമായ ഉണർവെന്നും എനിക്ക് അഭിപ്രായമില്ല. അതിന് അറിവിലും ഏറെ അറിയാൻ കഴിയും. അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ അറിവിനേക്കാൾ ഏറെ അറിയാൻ കഴിയും. പക്ഷെ അറിവിനേക്കാൾ ഏറെ അറിയുന്നതിൽ വലിയ പ്രസക്തി ഉണ്ടോ? അതുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിജ്ഞാനിയായ മലയാളി, അറിവിനെക്കുറിച്ച് ഏറ്റവും വലിയ ദർശനങ്ങൾ നടത്തിയ, ഏറ്റവും മനോഹരമായ കാവ്യ നിർവചനവും നടത്തിയ, സമാനതകളില്ലാത്ത മലയാളി, ടാഗോറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ ലൈറ്റ്, സൂര്യൻ, ഞാൻ തെക്ക് കണ്ട സൂര്യൻ എന്ന് വിശേഷിപ്പിച്ച മലയാളി. ആ മലയാളി എഴുതിയത് അറിവിലും ഏറെ അറിയുന്നതിനെ കുറിച്ച് ആയിരുന്നില്ല, അറിവിലേറെ അറിയുന്നതിനെ കുറിച്ചാണ്. അറിവിലും ഏറെ അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും, കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതര വീണ് വണങ്ങി യോതിരണമെന്നാണ് അയാൾ എഴുതിയത്. അതിനുശേഷമാണ് അയാൾ അവനവർ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരിന് സുഖത്തിനായി വരയണം എന്ന് എഴുതിയത്. ഞാൻ ഗുരുദേവനെ കുറിച്ചാണ്, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പറഞ്ഞത്. അറിവിലേറെ അറിയാൻ പ്രിപ്പറേഷൻസ് വേണം. അറിവിലേറെ അറിയാൻ ഒപ്പം ജീവിക്കുന്ന മനുഷ്യരെ കാണാൻ കണ്ണു തുറന്നു വെച്ചാൽ മതി. വിശാലമായ തലത്തിൽ അങ്ങ് എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ പരിമിതമായ അറിവിലും ഈ ഉൾക്കാഴ്ചകളെല്ലാമുള്ള നിരവധിയായ ആളുകൾ, സ്വയം സിദ്ധികളും തമ്പുരാന്റെ സഹായവും അനുഗ്രഹവും ഒക്കെയുള്ള നിരവധി ആളുകൾ ഇത്തരത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതവനും ഒരു ഷെയ്ഡ് വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൂടി വിരളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു ഷെയ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ അത് ആരെങ്കിലും വഴിയാകാം, സ്വാഭാവികമായും സംഭവിക്കുന്നതാകാം. അത്തരത്തിലൊരു ഷെയ്ഡ്, അതിനെ സംബന്ധിച്ച് അങ്ങ് എന്താ പറയാ? എനിക്കതിനോട് വിയോജിപ്പാണുള്ളത്, ആ കാഴ്ചപ്പാടിനോട് വിയോജിപ്പുള്ളത്. കാരണം ലോകത്തിലെ ഒരുപാട് ആളുകൾ ശക്തമായ ഷെയ്ഡുകളുടെ പിൻബലത്തിൽ പ്രശസ്തി ആർജിച്ച ആളുകൾ, പക്ഷെ അവരൊക്കെ മരിച്ചുപോയവരാണ്. മരണശേഷവും ജീവിച്ചിരിക്കാൻ കഴിഞ്ഞ ആളുകളാരും ഷെയ്ഡിന്റെ അടിസ്ഥാനത്തിൽ പ്രശസ്തി ആർജിച്ചവരല്ല. മരണശേഷം ജീവിച്ചിരിക്കുന്നതിന്റെ പേരാണ് വിജയം. അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണത്തിന് ഗാന്ധിജിയെ കുറിച്ച് കുട്ടികളോട് പറയുമ്പോൾ പറയും, ഗാന്ധിജി ജനിച്ചത് കേട്ടിട്ടുണ്ടാകും ഒക്ടോബർ 2 പോർബന്തറിലോ ഒന്നും ആയിരുന്നില്ല എന്ന് പറയാറുണ്ട്. അത് ഷെയ്ഡല്ല, അത് സ്വയം പുനർജനിക്കുന്ന നിമിഷമാണ്. അപ്പൊ ഈ സ്വയം പുനർജനിക്കാൻ പ്രാപ്തമാകുന്നത് ഷെയ്ഡുകളുടെ പശ്ചാത്തലത്തിലല്ല. ഷെയ്ഡൊക്കെ നല്ലതാണ്. ഷെയ്ഡ് അദ്ദേഹം പറഞ്ഞതുപോലെ സ്വാഭാവികമായി ഉരുവാകുന്നതാണ് എന്നുള്ള പ്രയോഗത്തോട് നമുക്ക് യോജിക്കാം. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമെന്നേ. നമുക്കിപ്പോൾ നമ്മുടെ ഓർമ്മയെ, നമ്മുടെ അറിവിനെ സ്ട്രീം ലൈൻ ചെയ്യാൻ, അതിന് നമ്മൾ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ആയ വ്യത്യസ്തമായ കാര്യങ്ങളോടുള്ള താല്പര്യം ഉണ്ടാകണം. ഉദാഹരണത്തിന് എന്താ പറയുക, ABC, A to Z, ഇംഗ്ലീഷിലെ 26 അക്ഷരങ്ങൾ വേഗത്തിലൊന്ന് പറയാൻ പറഞ്ഞാൽ പറയാമോ? ട്രെയിൻ ചെയ്യാം. അല്ല, ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ പറയൂ. പറയൂ. അല്ല, അതല്ല, അതാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് ഇത് കണ്ണിന്റെ മുമ്പിൽ ഒന്ന് കണ്ടുകൂടാ? എന്റെ ചോദ്യം ഇസഡിൽ നിന്ന് എയിലേക്ക് പറയാനാ. കഴിയോ? കഴിയും. താങ്കൾ ഒന്ന് കണ്ണടച്ചിട്ട് താങ്കളുടെ കൺമുന്നിൽ ഈ അക്ഷരമാല ABCDFGHIJKLMNOPQRSTUVWXYZ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ണിൽ കാണാൻ, കണ്ണടച്ചുകൊണ്ട് കാണാൻ കഴിഞ്ഞാൽ താങ്കൾക്ക് താഴെ തിരിച്ച് വായിച്ചാൽ പോരെ. ZYXWVUTSRQPONMLKJIHGFEDCBA തലതിരിച്ച് വായിച്ചാൽ പോരെ. അപ്പൊ അതിനെയാണ് ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. നമ്മൾ കണ്ണടച്ചുകൊണ്ട് കാണുന്നതിനെയാണ് ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളെ പക്ഷെ നമ്മൾ പോയി പഠിക്കടാ, പോയി A+ വാങ്ങിക്കടാ എന്നല്ലേ പറയുന്നുള്ളൂ. നീ കണ്ണടച്ചുകൊണ്ട് കാണൂ എന്ന് പറയാറില്ല. അതുമാണ്, അതൊക്കെ തന്നെയാണ് അതിന്റെ ഒരു മാർഗങ്ങൾ. അല്ലെങ്കിൽ പരിശീലനം എന്ന് പറയുന്നത് കണ്ണടച്ചുകൊണ്ട് കാണുക എന്നൊക്കെ തന്നെയാണ്. ഈ പരിശീലനത്തെ പറ്റി പറഞ്ഞപ്പോ, ഈ പരിശീലകരായിട്ടുള്ള ആളുകൾ അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വളരെയധികം സ്വാധീനമുള്ളവരും ശേഷിയുള്ളവരുമാണ്. പക്ഷെ അവരിൽ ചിലരുടെ ജീവിതമൊക്കെ എടുത്തു നോക്കിയാലും അവർ പരാജയമാണെന്ന് കാണാൻ സാധിക്കും. എങ്ങനെയാണ് താങ്കൾ പരാജയത്തെയും വിജയത്തെയും വിലയിരുത്തുന്നത്? ഞാൻ പരാജയത്തെയും വിജയത്തെയും വിലയിരുത്തുന്നത് പരിശീലിപ്പിക്കുന്നവൻ പറയുന്നത് സ്വന്തം ജീവിതത്തിൽ പ്രാക്ടിക്കലൈസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പരാജയത്തെ പറ്റിയാണ്. അതാണ് ഞാൻ മെൻഷൻ ചെയ്തത്. അത് ഒരു മികച്ച കോച്ച് ഒരിക്കലും ഒരു നല്ല കളിക്കാരനാവില്ല. ലോകത്തിലെ മികച്ച കോച്ചുകളാരും നല്ല കളിക്കാരല്ല. ലയണൽ മെസ്സിയുടെയോ ക്രിസ്ത്യാനോ റൊണാൾഡോയോ ബെക്കാമിന്റെയോ ഒന്നും പ്രതിഭയുടെ ആ 10,000-ത്തിലൊന്ന് നിഴൽ സ്പർശം ഉണ്ടാകില്ല അവരുടെ കോച്ചുകൾക്ക്. സച്ചിൻ തെണ്ടുൽക്കർ ചെയ്തിട്ടുള്ളതുപോലെ ഒരു സ്ട്രൈറ്റ് ഡ്രൈവ് നടത്താൻ രമാകാന്ത് അച്ഛരേക്കർക്ക് 7 നൂറ്റാണ്ടെടുത്താലും ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരണമെന്നില്ല കളിക്കളത്തിൽ. പക്ഷെ രമാകാന്ത് അച്ഛരേക്കർ ഇല്ലാതെ സച്ചിൻ തെണ്ടുൽക്കർ, വിനോദ് കാംബ്ലി ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അത് ഇതിഹാസങ്ങൾ പരിശോധിച്ച പശ്ചാത്തലം പരിശോധിച്ചാലും ഒക്കെ അങ്ങനെ തന്നെ. നല്ല പരിശീലകർ നല്ല കളിക്കാരാകണമെന്നില്ല. ജീവിതം എന്ന കളിക്കളത്തിൽ പരിശീലിപ്പിക്കുന്നതും കളിക്കുന്നതും രണ്ടാണ്, അല്ലേ? There are in politics also. താങ്കൾ ഒരു രാഷ്ട്രീയ വ്യക്തിത്വം കൂടിയാണ്. താങ്കൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി പട്ടികയിൽ സംസ്ഥാന മൈനോറിറ്റി വിഭാഗത്തിന്റെ നേതൃനിരയിലുള്ള ആളാണ്. നോക്കൂ, നോ ഗ്രേറ്റ് പാർലമെന്റേറിയൻ ഹാസ് ബിക്കം എ മാസ് ലീഡർ. ഒരു മികച്ച പാർലമെന്റേറിയൻ ആകുന്നതും ഒരു മികച്ച ജനകീയ നേതാവാകുന്നതും രണ്ടാണ്, ഏത് രാഷ്ട്രീയ കക്ഷിയിലും നോക്കിയാലും. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ പോലും വലിയ നക്ഷത്ര ശോഭയോടെ നിൽക്കുന്ന 2 അധികായന്മാരുടെ പേര് EMS-ഉം AKG-യും പഴയ കാലങ്ങളിലാണ്. EMS-ന്റെ ധിഷണ മറ്റൊന്നും, AKG-യുടെ പോരാട്ട വീര്യം മറ്റൊന്നുമാണ്. ഇത് രണ്ടാണ്. ഇത് രണ്ടും കൂടി ചേരുന്നതാണ്. പരിശീലനവും പ്രകടനവും രണ്ടാണ് എങ്കിലും ഇത് രണ്ടും കൂടി ചേരുന്നതാണ് മനുഷ്യ സമൂഹം. അതുകൊണ്ട് എനിക്ക് പരാജയം എന്നുള്ള പ്രയോഗത്തിനോട് ഇഷ്ടമല്ല. കാരണം നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ, കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴെങ്കിലും നമ്മൾ ഈ പരാജയം എന്ന വാക്കിനെ മോശമായല്ല കാണേണ്ടത്. വീണു പോകുന്നത് തെറ്റല്ല, വീണ് കിടക്കുന്നത് മാത്രമാണ് തെറ്റ്. അത് കേരളീയൻ അങ്ങനെ. പ്രത്യേകിച്ച് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളും ഉത്സവങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ പംകിൻ ഫെസ്റ്റിവൽ, പൊട്ടറ്റോ ഫെസ്റ്റിവൽ, പീച്ച് ഫെസ്റ്റിവൽ, പിങ്ക് ഫെസ്റ്റിവൽ, പഴങ്ങളുടെ നിറങ്ങളുടെ ഒക്കെ പേരിൽ ഈ ഉത്സവങ്ങളൊക്കെ വിജയത്തിന്റെ അടയാളങ്ങളാണ്. രാജാവ് വിജയിച്ചതിനാണ് കുറെ ഉത്സവം, ദൈവം വിജയിച്ച സങ്കല്പ കഥയ്ക്കാണ് കുറെ ഉത്സവം, ഒരു ഗോത്രവർഗം നേടിയ വിജയത്തിന് ഉത്സവം, പ്രണയം വിജയിച്ചതിന് പിങ്ക് ഫെസ്റ്റിവൽ ഉണ്ട്. ഈ ലോകത്തിൽ ഒരു നാട്ടിൽ മാത്രമേ അത് അങ്ങനെ അല്ലാതെ ഉള്ളൂ. ആ നാട്ടിലെ ജനതയുടെ പ്രധാന ഉത്സവം അവരുടെ ഔപചാരികവും ഔദ്യോഗികമായ ഉത്സവത്തിന് കാരണം വിജയമല്ല, തോറ്റുപോയവന്റെ തിരിച്ചുവരവാണ്. അതുകൊണ്ടാണ് ആര് ചവിട്ടിത്താഴ്ത്തിലും ഇരുളിൻ പാതാളത്തിൽ ഒരിക്കലും ഏതോ പൂർവ്വസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും മാനവ ഹൃദയമെന്ന് പാടുന്ന ആ ജനത ചവിട്ടിത്താഴ്ത്തിയ വാമനന്റെ പാദത്തെ പാടെ തിരസ്കരിച്ചിട്ട് പരാജയപ്പെട്ട് പാതാളത്തിൽ പോയ ചക്രവർത്തിയുടെ മടങ്ങിവരവിനെ ദേശീയോത്സവമായി കാണുന്നത്. മഹാബലിയാണ് ആ രാജാവ്, വീണുപോയവന്റെ തിരിച്ചുവരവാണ്, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന്റെ മടങ്ങിവരവാണ് ആ ജനതയുടെ ദേശീയോത്സവം.
അത് മലയാളത്തിന്റെ, കേരളത്തിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് വീണു പോകുന്നത് തെറ്റല്ല. വീണു പോകുന്നവരുടെയൊക്കെ തിരിച്ചുവരവിനെ ഉത്സവമായി കാണുന്ന ഒരു ജനതയാണ്, ഒരു സമൂഹമാണ്, മഹത്തായ സംസ്കാരമാണ് നമ്മുടേത്. നമുക്ക് തിരിച്ചു വരാം. ഈ അശ്വമേധം പരിപാടിയിലൂടെയാണ് അങ്ങ് ഏറെ ആളുകൾക്ക് ഇഷ്ടമായതും, പ്രത്യേകിച്ച് കേരളത്തില് സീരിയല്, സിനിമ അല്ലെങ്കിൽ കോമഡി, അതിലപ്പുറമായ ഒരു അഡിക്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ അശ്വമേധം എന്ന പരിപാടിയിലൂടെ ഒരു വൈജ്ഞാനിക പരിപാടി. അങ്ങനെയല്ല അത് നമ്മളെ ആളുകൾക്ക് ഇഷ്ടമാവുക എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരുപാട് ഉപഘടകങ്ങളുണ്ട്. ആളുകൾ ആര്, ഇഷ്ടം എങ്ങനെ എന്നൊക്കെയുള്ളതാണ്. അതായത് ഞാൻ സർവകലാശാല തലങ്ങളിലേക്ക് പഠിക്കുമ്പോൾ 7 വർഷക്കാലത്തോളം ഞാൻ കേരളത്തിലെ എല്ലാ പ്രസംഗ മത്സരങ്ങളിലും സർവകലാശാല, അന്തർ സർവകലാശാല തലത്തിൽ ഞാൻ 1ാം സമ്മാനക്കാരനായിരുന്നു. കോട്ടയം കുടവിലങ്ങാട് ദേവമാതാ കോളേജിൽ പഠിച്ചിരുന്ന ആ കാലത്തിൽ മരിച്ചുപോയ ഒരു ബോബി പോൾ ആണ് ഞാനുമായി സ്ഥിരമായി മത്സരത്തിന് അല്ലാതെ മാറ്റിവെച്ചിരുന്ന എതിരാളികളിലാണ്. അതുകൊണ്ട് ക്യാമ്പസുകൾക്കെല്ലാം, കേരള യൂണിവേഴ്സിറ്റിക്കെല്ലാം പ്രതി വരുന്ന കാലത്ത് ക്യാമ്പസുകൾക്കൊക്കെ എന്നെ പരിചയമായിരുന്നു. കലാലയ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയും സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകൻ എന്ന നിലയിലും ഒക്കെ പരിചിതനായിരുന്നു. അത് കഴിഞ്ഞ ശേഷം കേരളത്തിൽ ഒരുപാട് പേർ, എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ കത്തയക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അത് താങ്കൾ പറഞ്ഞതുപോലെ ഒരു രൂപത്തെ ആയിരുന്നില്ല. ആകാശവാണിയിലെ, അത് താങ്കൾ കേട്ട് കാണാൻ വഴിയില്ലാത്തൊരു കാലമാണ്. എൻ്റെ 15ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ആകാശവാണിയിൽ മലയാളത്തിൽ വളരെ വേഗത്തിൽ പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കാതെ, മുക്കാതെ, മൂടാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാചാലത വൈഭവ നിർണ്ണയ പരിപാടി ഞാൻ അവതരിപ്പിച്ചിരുന്ന കാലത്ത് എനിക്ക് കേരളത്തിൽ എമ്പാടും നിന്ന് കത്തുകൾ അയക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ ചില അഭിപ്രായമുള്ള ആളുകൾ, സ്ത്രീകളൊക്കെ വന്നിട്ട് പറയാറുണ്ട്, ഞങ്ങൾ റേഡിയോയിലും പണ്ടസ്ഥിരം കേൾക്കുമായിരുന്നു അശ്വമേധനൊക്കെ വളരെ മുമ്പുകായിരുന്നു. അതിനുശേഷം ദൂരദർശനിൽ വിവാദപർവം എന്ന ടോക്ക് ഷോ അവതരിപ്പിച്ചിരുന്ന കാലത്താണ് ആകസ്മികമായി അശ്വമേധം ആരംഭിക്കുന്നത്. അതിന്റെ കഥയൊക്കെ എനിക്ക് തോന്നുന്നു അഭിമുഖങ്ങളിലൂടെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഒരു ആവർത്തന വിരസത ഉണ്ടാകും. റെസ്റ്റോറന്റിൽ ഞാൻ കളിച്ചുകൊണ്ടിരുന്നതും ഒരാൾ എന്നെ തട്ടി വിളിച്ചു നോക്കി. എൻ്റെ ഏറ്റവും പുതിയ 10ാമത്തെ പുസ്തകം കുളമ്പടി ഒച്ചകളുടെ ഡയറിയിൽ ഒരു ചാപ്റ്റർ തന്നെ അതിനെക്കുറിച്ചുണ്ട്. ആദ്യത്തെ പതിപ്പ് പ്രകാശന ചടങ്ങ് ജനുവരിയിൽ, അതിനു മുമ്പ് തന്നെ ആദ്യത്തെ പതിപ്പ് വിറ്റ് തീർന്നു. അവർ 2ാമത്തെ പതിപ്പായി പ്രകാശനം ചെയ്യുന്നു. അപ്പോ അത് അങ്ങനെയാണ് അശ്വമേധം ആരംഭിച്ചത്. അശ്വമേധം 4 ആറുകൾ, റെവല്യൂഷൻ ഓഫ് റീഡിംഗ് ആൻഡ് റിനൈസൻസ് ത്രൂ റിമംബറൻസ്, ഓർമ്മകളുടെ നവോത്ഥാനവും വായനയുടെ വിപ്ലവവും അടിസ്ഥാനമാക്കിക്കൊണ്ട് കൈരളിയിൽ ആരംഭിച്ച അശ്വമേധം മലയാളത്തിൽ 5000 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് തമിഴ്നാട്ടിലേക്ക് ക്ഷണിക്കപ്പെടുന്നത്. സ്റ്റാർ ടിവിയിൽ, സ്റ്റാർ വിജയിൽ തമിഴിൽ 500 എപ്പിസോഡുകൾ ചെയ്യുന്നതും, അതിനിടയിൽ ശ്രീലങ്കയിലേക്ക് ക്ഷണിക്കപ്പെടുകയും കഴിഞ്ഞ 8 വർഷം ശ്രീലങ്കയിൽ 8 സീസൺ വലിയ രീതിയിൽ അവതരിപ്പിക്കുകയും ആ സമയത്താണ് ജഗൻമോഹൻ റെഡ്ഡി എന്നെ സാക്ഷി ടിവിയിൽ, YSRന്റെ പേരിലുള്ള സാക്ഷി ടിവിയിലേക്ക് ക്ഷണിക്കുന്നത്. തെലുങ്ക് ഭാഷയിൽ 500ഓളം എപ്പിസോഡുകൾ അവതരിപ്പിച്ചതും ഒക്കെ. ഈ പ്രോഗ്രാം തന്നെ പിന്നീട് തുറന്ന വേദികളിലായി USA-യിലും ഓസ്ട്രേലിയയിലും UK-യിലും ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും യൂറോപ്പിൽ ചിലയിടങ്ങളിലും ഒക്കെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അശ്വമേധത്തിനോടുള്ള ആളുകളുടെ പാഷൻ അതിന്റെ പരിണാമഗുപ്തിയാണ് ഒന്ന്. 2, നെവർ ബിഫോർ എക്സ്പീരിയൻസ് ആണ്. അതിന് മുൻപോ അതിന് ശേഷമോ അങ്ങനെ മറ്റൊന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ മറ്റ് ഭാഷകളിലും ഞാൻ തന്നെ ക്ഷണിക്കപ്പെടുന്നത്. ഇത് വേറെ ആരും ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു യുണീക്നെസ്സിനോടുള്ള ഇഷ്ടം, ഒപ്പം ഇതിന്റെ ഒരു പരിണാമഗുപ്തി, ഒപ്പം ഇതൊരു രസമാണ് നമ്മുടെ മനസ്സിൽ ഒളിപ്പിച്ചു. ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഒരു സാമൂഹ്യ നന്മ കൂടി അവിടെ തീർച്ചയായും ആ ഓർമ്മകളുടെ നവോത്ഥാനമാണ്, വായനയുടെ വിപ്ലവമാണ്. ഇന്നലകളിലേക്ക് മാഞ്ഞു പോകുന്ന, എന്നാൽ ഇന്നത്തെ ജനത ഓർമ്മിക്കേണ്ടതും അനുസ്മരിക്കേണ്ടതും ഇത്തരം ആളുകളുടെ കൂടി ശ്രമഫലമായാണല്ലോ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിലുള്ള പല നന്മകളും ഉണർന്നതും ഉറവിട്ടതെന്നും ജനത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് അശ്വമേധം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മത്സരാർത്ഥി വന്നിട്ട് ബീബി അംദസ്സലാമിന്റെ പേര് മനസ്സിൽ വിചാരിച്ചപ്പോൾ ഗാന്ധിജിയുടെ മാനസപുത്രിയായ ബീബി അംദസ്സലാമിനെ ഓർമ്മിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ പാതിരാത്രിയിൽ നെഹ്റുവിന്റെ വിഖ്യാതമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗം മുഴങ്ങുന്ന രാത്രിയിൽ നവഖലിയിൽ ഗാന്ധിജി സത്യാഗ്രഹം ഇരുന്നപ്പോൾ 6 ദിവസം കഴിഞ്ഞ് ഗാന്ധിജി സത്യാഗ്രഹം അവസാനിപ്പിച്ച് മടങ്ങിയപ്പോൾ അവിടെ ബാക്കി 21 ദിവസത്തെ സത്യാഗ്രഹം പൂർത്തിയാക്കാൻ ഗാന്ധിജി ഏൽപ്പിച്ചത് ബീബി അംദസ്സലാമിനെയാണ്, മാനസപുത്രിയെയാണ്. എന്ത് ഓൺ വിച്ച് കപ്പാസിറ്റി ബാപ്പുജി എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി അവളോട് പറഞ്ഞത് ടെൽ ദ മസ് മൈ ഡോട്ടർ, എൻ്റെ മകളായി എന്ന് പറയൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞ് കണ്ടിട്ട് കുറെ ആളുകൾ, പ്രേക്ഷകരൊക്കെ യൂട്യൂബിൽ വന്നപ്പോഴൊക്കെ അതിലിട്ടിരിക്കുന്ന കമന്റ് പലർക്കും ബീബി അംദസ്സലാമിനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം ഓർത്തെടുത്ത് പറയാൻ കഴിയുമ്പോൾ അത് ആളുകളുടെ മനസ്സ്, മാതങ്കിനി ഹസ്രയെ, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭ സമരത്തെ കൽക്കത്തയിലെ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റിട്ടും കൊടി താഴെ ഇടാതെ വന്ദേ മാതരം എന്ന് വിളിച്ചുകൊണ്ട് പിടഞ്ഞു മരിച്ച മാതങ്കിനി ഹസ്രയുടെ പ്രതിമയാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയുടെ പ്രതിമയായി ഉയർന്നത്. മാതങ്കിനി ഹസ്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്, പുതിയ അറിവാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ ഒരു സന്തോഷമാണ്. എന്താ പറയുക, അവർക്ക് അറിയില്ല എന്നുള്ളതല്ല സന്തോഷം, അറിയാത്ത ഒരാളുടെ മനസ്സിലേക്ക് ഇന്നലെയിൽ ആ നക്ഷത്രത്തെ, ഇന്നലകളിലെ ഏറ്റവും വലിയൊരു നക്ഷത്രത്തിന്റെ ഓർമ്മയെ അടയാളപ്പെടുത്താൻ കഴിയും. എന്തായാലും മനോജ്, താങ്കളുടെ കോക്കാടൻ വീഡിയോയിലൂടെ ഒരുപാട് പേർ ഇത് കണ്ടു എന്നറിയുന്നതിൽ സന്തോഷം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ട്? ഞാൻ ഈ അങ്ങേ വ്യക്തിപരമായിട്ട് അങ്ങയെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം ഒരു ടോക്കിൽ പറയുന്നത് കേട്ടു, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞതാണ്. 10-14 വർഷം 13 വർഷം മുമ്പാണ് മരണത്തെ മുഖാമുഖം കണ്ടു. അതൊക്കെ നമ്മുടെ സ്വയാർജിതമായ കാരണങ്ങളാൽ. അവിടെയും ഒരു പുതുമയെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് അങ്ങ് ശ്രമിച്ചത് എന്നുള്ളതാണ്. അതിനെയാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തത്. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ശീലങ്ങളിൽ ഉണ്ടായിരുന്ന ചില തെറ്റുകൾ കാരണം വന്ന ഒരു മാരകരോഗം, ആ മാരകരോഗം മരണത്തിനോട് അടുപ്പിച്ചു കൊണ്ടെത്തിച്ചപ്പോൾ
അപ്പോഴും ആത്മവിശ്വാസത്തോടെ അതിനെ നേരിടാൻ കഴിഞ്ഞു എന്നുള്ളത് ശരി തന്നെ. പക്ഷെ ആ മരണത്തിൽ നിന്നും തിരികെ വരുന്ന നിമിഷത്തിലെടുത്ത ഒരു പ്രതിജ്ഞ, ഞാൻ ആ ശീലത്തിൽ നിന്ന് വിമുക്തനാകുമെന്ന് മാത്രമായിരുന്നില്ല, എന്നാൽ കഴിയുന്ന അത്രത്തോളം ആളുകളുടെ അരികിലേക്ക് അതൊരു മോട്ടിവേഷനായി മാറ്റുക എന്നുള്ളത്. 10-24 പേരെ ആ ദുശീലത്തിൽ നിന്ന് മോചിപ്പിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 ചോദ്യങ്ങൾ കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ വിദ്യാഭ്യാസമാണോ അനുഭവമാണോ അങ്ങ് പ്രൈം പ്രയോറിറ്റി കൊടുക്കുന്നത്? വിദ്യ പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസം എന്നുള്ള കാര്യത്തിൽ അഭിപ്രായം വ്യത്യസ്തമാകാം. കാരണം അക്കാദമിക വിദ്യാഭ്യാസത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ വ്യക്തിയുടെ രൂപീകരണത്തിലോ വ്യക്തിയുടെ വളർച്ചയിലോ കാഴ്ചപ്പാടിലോ അത്ര കണ്ട് പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അറിവ് നേടുക എന്നതിന് സ്കൂൾ കോളേജ് എന്നുള്ളതൊന്നും അല്ലല്ലോ. അറിവ് എന്നുള്ളത് പ്രധാനമാണ്. വിദ്യാഭ്യാസവും അറിവും രണ്ടാണ്. പരീക്ഷയിലെ A+ കിട്ടാനുള്ള അറിവല്ല, ജീവിതത്തിലെ A+ കിട്ടാനുള്ള അറിവ്. മറ്റൊന്ന് അനുഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. അനുഭവം എന്ന് പറയുന്നത് മഹത്തായ അനുഭവങ്ങൾ മാത്രമല്ല, വേദനയുടെ, യാതനയുടെ, കണ്ണുനീരിന്റെ അനുഭവങ്ങളും ഉണ്ടാകാം. ഇതിനെല്ലാം ഉപരി നമ്മുടെ തന്നെ അനുഭവങ്ങളാകണമെന്നില്ല, മറ്റുള്ളവരുടെ അനുഭവങ്ങളെ അറിയുവാൻ കഴിയുന്ന, കാണുവാൻ കഴിയുന്ന മനസ്സുണ്ടാവുക, നോക്കി കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അറിവും അനുഭവവും ഒരുമിച്ച് ചേരുന്നതാണ് ജീവിതം. വിദ്യാഭ്യാസവും അനുഭവവും ഒരുമിച്ച് ചേരുന്നതാണ് ജീവിതം എന്നൊരു അഭിപ്രായം എനിക്കില്ല. അറിവും അനുഭവവും ഒരുമിച്ച് ചേരുന്നതാണ്. അറിവും വിദ്യാഭ്യാസവും അത്ര കണ്ട് കോംപ്ലിമെന്ററി ആണ്, പരസ്പര പൂരകമാണ് എന്ന വിശ്വാസവും എനിക്കില്ല. അറിവും വിദ്യാഭ്യാസവും രണ്ടാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഭൗതികമായ സാഹചര്യങ്ങളിൽ മികവ് തെളിയിക്കാനും മികച്ച ജീവിതം ജീവിക്കുവാനും ഒരാളിന് വേണ്ട ഒന്നാണ് വിദ്യാഭ്യാസം. എന്നാൽ സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക്, സമൂഹത്തിന് ഉജ്ജ്വലമായ ജീവിത മേന്മകൾ ഉണ്ടാക്കാനും ഉൾക്കാഴ്ചകൾ ഉണ്ടാക്കാനും പാകമായ രീതിയിൽ ഒരു മനുഷ്യനെ വളർത്തിയെടുക്കുന്നത് എന്താണോ അതിന്റെ പേരാണ് അറിവ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഗുണം അത് നേടുന്നവനാണ്. അറിവുണ്ടാകുന്നവൻ കൊണ്ടുള്ള പ്രധാന ഗുണം അവനല്ല, അവന് ചുറ്റുമുള്ളവർക്കാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നത്, നമ്മുടെ രാജ്യം ഹൈലി പോപ്പുലേറ്റഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മുന്നിൽ കാണുന്ന അസറ്റ് എന്ന് പറയുന്നതും നമ്മുടെ മാൻ പവറാണ്. ആ മാൻ പവർ ലോകത്തിന്റെ വിവിധ ശ്രേണികളിൽ ജോലി ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തിന് ഉപോത്ബലകമായി നിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ സിലബസുകൾ, ഇതെല്ലാം അപരിഷ്കൃതം എന്ന് പറയുന്നില്ലെങ്കിൽ കൂടിയും ഒത്തിരി മെച്ചപ്പെടേണ്ടതല്ലേ? കാലത്തിനനുസരിച്ച് മാൻ പവറിന് സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തില് എൻറ്റയർ ആയിട്ടൊരു മാറ്റം അത് ആവശ്യമല്ലേ? അവിടെ 2 കാര്യങ്ങളുണ്ട് മനോജ്. ഒന്ന്, ഞാൻ ഈ ദ ഹയസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി എന്നുള്ളതിനെ ഒരു പോസിറ്റീവ് ആട്രിബ്യൂട്ടായി കാണുന്ന ഒരാളല്ല. നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ഏത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരങ്ങളിൽ പ്രധാനപ്പെട്ടത് വി ആർ റീച്ചിങ് ദ ഡെഡ് എൻഡ് ഓഫ് ദ ഹൈ ടണൽ കോൾ പോപ്പുലേഷൻ എന്നാണ്. ജനസംഖ്യാ വർധനവ് എന്നത് മുന്നോട്ട് വളർത്തുന്ന ഒരു ഘടകമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. അത് കാരണം മനുഷ്യൻ എന്നതിനോടൊപ്പം തന്നെ ഭൂമിയെക്കുറിച്ച് കൂടി ചിന്തിക്കണം എന്ന കാഴ്ചപ്പാടുള്ളത് കൊണ്ടാകാം. ജനസംഖ്യാ വർധനവ് അത്ര വലിയൊരു നേട്ടമല്ല. 2, മാൻ പവർ സപ്ലൈ എന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായി ഇതിന് ആനുപാതികമാണ്. ജനസംഖ്യാ വർധനവിന് ആനുപാതികമായി മാൻ പവർ സപ്ലൈ കൂടുന്നു എന്നുള്ളതാണ്. ഇന്ന് ചൈനയേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ നമുക്കാണിപ്പോൾ, ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് ഓൺ ദിസ് ഡേ. അപ്പൊ അതുകൊണ്ട് അതൊന്ന്. 2, പരിഷ്കരണം വിദ്യാഭ്യാസത്തിൽ എന്ന് പറയുന്നത് തീർച്ചയായും ആവശ്യമുള്ള ഒന്നാണ്. പക്ഷെ ഈ പരിഷ്കരണം എന്നത് ഇന്നലകളെ പാടെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് പുതിയ ഇന്നുകളെ സൃഷ്ടിക്കുന്ന വർത്തമാനകാല ഭാരതീയ വിദ്യാഭ്യാസ, സോക്കോൾ ഭാരതീയ വിദ്യാഭ്യാസ ന്യായ പരിഷ്കരണങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് കൂടുതൽ അപ്ഡേറ്റഡ് ആകാനും കൂടുതൽ നാളുകളെ കുറിച്ച് പഠിക്കാനുമുള്ള കഴിവ് മനുഷ്യനുണ്ടാക്കുന്ന രീതിയിലുള്ള പരിഷ്കരണങ്ങൾ നല്ലതാണ്. പക്ഷെ ഏത് പരിഷ്കരണത്തിനപ്പുറം ചില എത്തിക്കൽ, നൈതികമായ ചില പഠനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതിലെനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയിട്ടുള്ളത് ഐസക് ന്യൂട്ടൺ നമ്മളെ എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞൊരു മറുപടിയാണ്. ഗ്രാവിറ്റേഷണൽ തിയറി എന്ന് പറഞ്ഞത് ന്യൂട്ടൺ ആണല്ലോ പഠിപ്പിച്ചത്, ശാസ്ത്രം പഠിപ്പിച്ചതല്ലേ. ദ ലൈഫ് ഓഫ് ന്യൂട്ടൺ അല്ലെങ്കിൽ ദ ഇൻസിഡന്റ് ഓഫ് ന്യൂട്ടൺസ് ലൈഫ് നമ്മൾ എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞത് ആപ്പിൾ താഴെ വീണു. അതെ, ആപ്പിൾ മുകളിലേക്ക് ഇട്ടാൽ എന്ത് ചെയ്യും അതാണ് ചോദ്യം. താഴെ വീഴും അല്ല, ആപ്പിൾ താഴെ വീഴും. ഒരു പന്ത് മുകളിലേക്ക് ഇട്ടാൽ പന്ത് താഴെ വീഴും. ഒരു കടലാസ് മുകളിലേക്ക് ഇട്ടാൽ കടലാസ് താഴെ വീഴും. നിങ്ങൾക്ക് ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് എന്താണോ നിക്ഷേപിക്കുന്നത് അത് തന്നെ നിങ്ങളിലേക്കും വീഴുമെന്നുള്ളതാണ് ന്യൂട്ടൺ പഠിപ്പിച്ച പാഠം എന്നാണ് മോട്ടിവേറ്റർ പറഞ്ഞത്. അവിടെ വിവേചനവും വൈരാഗ്യവും പകയും വൈരുദ്ധ്യങ്ങളും മറ്റുള്ളവരുടെ മുഖത്തേക്ക് എറിയുന്നതിന് പകരം അവരുടെ മുഖത്തേക്ക് സ്നേഹവും സമന്വയവും എറിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമ്മളിലേക്ക് വരും. പിന്നെ അൾട്ടിമേറ്റ്ലി ഇതിനെല്ലാം പുറമെ രാജ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, രാഷ്ട്രം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ആ പ്രാധാന്യം നിലനിർത്തി അതിനെ അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെ കാണുമ്പോഴും ടാഗോറിനെ ഓർമ്മിക്കാനാണ് ഇഷ്ടം. ടാഗോറിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്, അൻ ഇന്ത്യൻ ഓർ എ ഹ്യൂമൻ? ദേശീയത എന്ന വാക്കിനേക്കാൾ മാനവികത എന്ന വാക്കിനെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്നാണ് ടാഗോർ പറഞ്ഞത്.
ഗ്ലോബൽ സിറ്റിസൺ ആവുക, വസുധൈവ കുടുംബകമാവുക എന്നത് സ്വപ്നം കണ്ട ആളാണ് ടാഗോർ. മീൻസ് 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലെ ആരംഭത്തിൽ ഇന്ത്യയെ നയിച്ച നേതാക്കന്മാരൊക്കെ ഗാന്ധിജിയായാലും പണ്ഡിറ്റ്ജിയായാലും ഒക്കെ ഗ്ലോബൽ സിറ്റിസൺ ആവുന്നതിനെ കുറിച്ചാണ്. അതിരുകളില്ലാത്ത ലോകത്തിന്റെ ആധാരമാകുന്നതാണ് ഇന്ത്യയുടെ മികവ് എന്നാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, കളർ, റിലിജിയൻ, റേസ് ഓർ ലാംഗ്വേജ്, ജാതി, മത, കുല, വർഗ, വർണ്ണ, ഭാഷ, ലിംഗ, പണ, നിറ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരേ മനസ്സോടെ സ്വാഗതം ചെയ്യുവാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റിന്റെ പേരാണ് ഇന്ത്യ എന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വമാകെയുള്ള മനുഷ്യരുടെ ഇടയിലേക്ക് വിജ്ഞാനമാകട്ടെ, നന്മയാകട്ടെ, സാഹോദര്യമാകട്ടെ, അത് പടരണം എന്നുള്ളത് തന്നെയാണ്. അതിന് അനുഭവവും അറിവും വേണം. ഇതിനൊക്കെ എല്ലാത്തിനേക്കാൾ ഉപരി ഞാൻ ആദ്യം പറഞ്ഞ മറ്റുള്ളവരെ കാണാൻ വേണ്ടി തുറന്നു വയ്ക്കുന്ന കണ്ണുകൾ വേണം. വേണ്ടേ? ഉൾക്കാഴ്ച കെട്ടുപോകുന്ന ഒരു കാലത്തിന്റെ വെളിച്ചമാകുവാൻ സംഭാഷണങ്ങൾക്ക് കഴിയും. ശ്രീ മനോജിന്റെ ഈ ടോക്ക് ടൈം എന്ന് പറയുന്നത് നാവ് കൊണ്ട് പറയുന്നത് കാതുകൊണ്ട് മാത്രമേ കേൾക്കൂ, അല്ലേ? ഹൃദയം കൊണ്ട് പറയുന്നത് കേൾക്കാൻ ഹൃദയങ്ങൾക്ക് കഴിയും. ഹൃദയം കൊണ്ട് ആളുകൾ സംസാരിക്കുന്ന ഒരു മികച്ച പരിപാടിയായി മനോജിന്റെ ഈ ടോക്ക് ടൈം പോലുള്ള പരിപാടികൾ മാറട്ടെ. ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കും ആകസ്മികമായാണെങ്കിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഒപ്പം ഇത് എപ്പോഴാണ് മനോജ് പുറത്തുവിടുന്നതെന്ന് അറിയില്ല. അഥവാ കാലത്തിന്റെ മരത്തിൽ നിന്നും 2024 എന്ന കുരുവി ഇങ്ങനെ തൂവലാറ്റിക്കൊഴിച്ച് ചിറകു വീശി തളർന്ന് പറന്നു പോകുന്നതിന് മുൻപുള്ള ദിവസങ്ങളാണെങ്കിൽ വിഷ് യു ആൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ 2025 ahead. താങ്ക് യു.